നിങ്ങളൊരു NRI ആണെങ്കിലോ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു NRI ഉണ്ടെങ്കിലോ ഈ വീഡിയോ തീർച്ചയായും കാണുക. കാരണം NRI ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ 18% GST ഇളവ് ലഭിക്കുന്നതാണ്. നിവാബൂപ്പ കമ്പനിയാണ് ആദ്യമായി റീറ്റെയിൽ പോളിസി രംഗത്ത് ഇത്തരത്തിലുള്ള ഒരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുന്നത്. ഡിസംബർ 10 മുതൽ ഈ ബെനിഫിറ്റ് ലഭിച്ചു തുടങ്ങും എന്നാണ് അനൗൺസ്മെന്റ്. എന്നാൽ നിവാബൂപ്പയ്ക്ക് പുറമെ മറ്റു കമ്പനികളിലും ഈ GST ഇളവ് പ്രാബല്യത്തിൽ വരുന്നതാണ്. NRI, OCI എന്നിവർക്കാണ് ഈ GST റിട്ടേൺ ലഭിക്കുന്നത്. ഇത് എങ്ങനെയാണ് ലഭിക്കുന്നതെന്നും ഇതിനുവേണ്ട മാനദണ്ഡങ്ങൾ എന്തെല്ലാമെന്നും ഇതിനുവേണ്ട ഡോക്യുമെന്റേഷൻ എന്തെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. GST ഇളവ് എന്നത് കസ്റ്റമർക്ക് റീഫണ്ട് ആയിട്ടാണ് നൽകുന്നത്. അതായത് NRI അല്ലെങ്കിൽ OCI പോളിസി എടുക്കുന്ന സമയം GST എമൗണ്ട് നൽകേണ്ടതാണ്. പിന്നീട് അവരുടെ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്തതിനു ശേഷം 10 അല്ലെങ്കിൽ 15 ദിവസത്തിനകം ഈ GST എമൗണ്ട് റിട്ടേൺ ആയി നൽകുന്നതാണ്. ഇവിടെ NRIക്കും OCIക്കും GST ഇളവ് ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. എന്നാൽ NRIക്കും OCIക്കും ലഭിക്കുന്ന GST ഇളവിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. GST ഇളവ് ലഭിക്കുന്നതിന് വേണ്ടി NRI പോളിസിയിൽ ഉണ്ടായിരിക്കണം എന്ന നിർബന്ധമില്ല. കുടുംബത്തിലുള്ളവർക്ക് പോളിസി എടുത്ത് നൽകിയാലും NRIക്ക് GST ഇളവ് ലഭിക്കുന്നതാണ്. എന്നാൽ ഒരു OCIക്ക് GST ഇളവ് ലഭിക്കണമെങ്കിൽ അദ്ദേഹം നിർബന്ധമായും ഈ പോളിസിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടുതൽ പരിഗണന ലഭിക്കുന്നത് NRIക്ക് തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത് NRI അക്കൗണ്ടിൽ നിന്ന് തന്നെയായിരിക്കണം. NRIക്ക് ഇത്തരത്തിൽ GST ഇളവ് ലഭിക്കുന്നതിന് വേണ്ട ഡോക്യുമെന്റേഷൻ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി വേണ്ടത് NRI ക്വസ്റ്റ്യനെയർ ആണ്. രണ്ടാമത് വേണ്ടത് NRI പാസ്പോർട്ട് കോപ്പിയാണ്. മൂന്നാമതായി വേണ്ടത് പ്രൂഫ് ഫോർ NRI സ്റ്റാറ്റസ് ആണ്. ഇതിനായി ഇനി ഞാൻ പറയുന്ന ഡോക്യുമെന്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഒന്നാമത്തേത് TRC അഥവാ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ NRI NRO ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ 1 മന്ത് NRI ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അതിൻ്റെയോടൊപ്പം വിസ കോപ്പി, അതുമല്ലെങ്കിൽ 1 മന്ത് NRI ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്ലസ് റെസിഡന്റ് കാർഡ്. ഇത് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തത് ആയിരിക്കണം. ഇതുമല്ലെങ്കിൽ 1 മന്ത് NRO ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്ലസ് റെസിഡൻസ് കാർഡ്, ഇതും ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ 1 മന്ത് NRO ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്ലസ് വിസ കോപ്പി, ഇതും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇനി OCIക്ക് ഇത്തരത്തിൽ GST ഇളവ് ലഭിക്കുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റേഷൻ ആണ് വേണ്ടതെന്ന് നോക്കാം. ഒന്നാമതായി വേണ്ടത് പാസ്പോർട്ടിന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പേജിന്റെ കോപ്പിയാണ്. രണ്ടാമതായി വേണ്ടത് ഫോം 60 അല്ലെങ്കിൽ പാൻ കാർഡിന്റെ കോപ്പിയാണ്. മൂന്നാമതായി OCI ക്വസ്റ്റ്യനെയർ, ഇത് NRI ക്വസ്റ്റ്യനെയർ തന്നെയാണ്. നാലാമതായി വേണ്ടത് OCI കാർഡാണ്. അഞ്ചാമതായി വേണ്ടത് ഇന്ത്യയിലെ റെസിഡൻസ് അഡ്രസ് പ്രൂഫാണ്. ഇതിനായി താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഡോക്യുമെന്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നിലവിലെ പോളിസി റിന്യൂ ചെയ്യുമ്പോൾ GST ഇളവ് NRIക്ക് ലഭിക്കുമോ എന്നതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അത്തരമൊരു വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. മുകളിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റേഷൻ നിവാബൂപ്പ കമ്പനിയുമായി ബന്ധപ്പെട്ടതാണ്. മറ്റ് കമ്പനികളിൽ ഇവയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ കണ്ടേക്കാം. ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ സർവ് എന്ന ചാനൽ നിങ്ങൾ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്